സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഇരിങ്ങാലക്കുട രൂപതയിലെ ഏറ്റവും വലിയ ദേവാലയമാണ് കൊടകര സെൻറ്റ് ജോസഫ് ദേവാലയം. 1000-ലേറെ വീടുകളും 4000-ലേറെ വിശ്വാസികളും ഈ ഇടവകയിലുണ്ട്. ഇവിടെ ആണ്ടുവട്ടത്തിൽ ഒരുപാട് ആളുകൾ വന്ന് ചേരുന്ന സന്ദർഭമാണ് ഇവിടുത്തെ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുന്നാൾ അവസരം. ഈ വരുന്ന 5-ാം തീയതി ആണ് ഈ വർഷത്തെ തിരുനാളാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ആദ്യമായി തന്നെ ഈ തിരുനാളിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഏവർക്കും വലിയ സംതൃപ്തിയുടെ അനുഭവമാണ് ഉള്ളത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ദേവാലയങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടിട്ടുണ്ട്. കൊടകര ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവാങ്ങൽ മാത്രമല്ല, മറ്റ് മതസ്ഥരായ ആളുകൾ അനുഗ്രഹങ്ങൾ തേടി ഔസേപ്പിതാവിൻ്റെ സവിധെ വന്നണയാറുണ്ട്. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ പകർത്താവുന്ന ഗുണങ്ങളാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പിതാവ് അവർക്കെല്ലാം വേണ്ടപ്പെട്ടവനാണ്. ഔസേപ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, നല്ല കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ്, സന്മരണത്തിൻ്റെ മധ്യസ്ഥനാണ്. അപ്രകാരം ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഔസേപ്പിതാവിൻ്റെ സഹായം ഒരു വ്യക്തിക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ചും സുവിശേഷത്തിൽ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നത് നീതിമാൻ എന്നാണ്. നീതിമാൻ്റെ നിർവചനം ടു ഗിവ് എവരി വൺ ഹിസ് ഡ്യൂ. അർഹിക്കുന്നവന് അർഹിക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ് നീതി എന്നുള്ളത്. ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടും മകനോടും മറ്റെല്ലാവരോടും നീതി പുലർത്തിയവനാണ്. നമുക്കെല്ലാവർക്കും ഈ തിരുനാളവസരത്തിൽ വന്നു ചേരുമ്പോൾ ഔസേപ്പിതാവിൻ്റെ നീതിയുടെ പാഠങ്ങൾ അഭ്യസിക്കുവാനും അത് ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ. നല്ല കുടുംബജീവിതം നയിക്കാൻ ഔസേപ്പിതാവിൻ്റെ പ്രത്യേകമായ മാതൃശക്തി നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുനാളവസരം അനുഗ്രഹത്തിൻ്റെ സന്ദർഭമാണ്. ഒരുക്കത്തോടുകൂടെ തിരുനാളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും തന്നെ ഔസേപ്പിതാവിൻ്റെ സാമീപ്യം അനുഭവവേദ്യമാകും. അത് നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.